ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇംഗ്ലീഷ് നമ്മൾ ദ ബോയ് ഡ്രൂ ക്യാറ്റ്സ് എന്ന ലെസണിലെ പകുതി കണ്ടു അല്ലേ. അവിടെ എത്തി നമ്മുടെ ബോയ് ഒരു ബിഗ് ടെമ്പിളിലെത്തി, വലിയ അമ്പലത്തിലെത്തി. അവിടെ അകത്തേക്ക് പ്രവേശിച്ചു. ഒരു സ്ക്രീൻ കണ്ടപ്പോൾ അല്ലേ അവിടെ ക്യാറ്റിനെ വരയ്ക്കണം. അത്ര വല്ല കണ്ടത്. ബാക്കി എന്താണ് അവിടെ നടന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഹി പെയിൻറ്റഡ് എ ഗ്രേറ്റ് മെനി ക്യാറ്റ്സ് അപ്പോൺ ദി സ്ക്രീൻസ് ആൻഡ് ദെൻ ഹി ബിഗാൻ ടു ഫീൽ വെരി വെരി സ്ലീപ്പി. എന്താണ് അപ്പോൾ അവൻ ആ സ്ക്രീനിൽ കുറേ വലിയ പൂച്ചകളെ വരച്ച് വെച്ചു. എന്താണ് വലിയ വലിയ പൂച്ചകളെ വരച്ച് വെച്ചു. അപ്പോൾ വരയൊക്കെ കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കരമായിട്ട് ക്ഷീണം. എന്താ അവൻ അത്രയും ദൂരം നടന്നാണോ എന്തല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് അവന് ഉറക്കം വന്നു. അപ്പോൾ എന്താ, ഇറ്റ് വാസ് ജസ്റ്റ് ഓൺ ദ പോയിൻ്റ് ഓഫ് ലൈങ് ഡൗൺ ടു സ്ലീപ്പ് ബിസൈഡ് വൺ ഓഫ് ദ screens when he suddenly remembered the words avoid large places, keep too small. എന്താണ്, പെട്ടെന്ന് അവനൊരു സ്ക്രീനിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് അവന് എന്തോ ഓർമ്മ വന്നത്. അവിടെ പ്രീസ്റ്റ് എന്താണ് രാവിലെ അവൻ പോകാനേക്കാൾ മുമ്പ് പ്രീസ്റ്റ് അവന് ഒരു ഉപദേശം കൊടുത്തായിരുന്നു. എന്താണത്, രാത്രി കാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിൽ കിടക്കുക അല്ലേ. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ എന്ന ഉപദേശം അവന് കൊടുത്തായിരുന്നു അല്ലേ. അപ്പോൾ അത് കൊടുത്ത് പെട്ടെന്ന് അവന് ഓർമ്മ വന്നു. അപ്പോൾ അവന് ഓർമ്മ വന്നാൽ എന്ത് ചെയ്തു നോക്കാം. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്, ഹി വാസ് ഓൾ അലോൺ ആൻഡ് ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ് though he could not quite understand them, he began to feel for the first time a little afraid. അപ്പോൾ അവൻ നോക്കി. അപ്പോൾ ആ ടെമ്പിൾ വലിയ 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 ടെമ്പിളാണല്ലേ. അപ്പോൾ കുറേ സ്ഥലമുണ്ട്, ഒരു വലിയ ലാർജ് പ്ലേസ് ആണത്. അതുകൂടെ തന്നെ അവൻ ഒറ്റയ്ക്കാണ്, വേറെ ആരും അവൻ്റെ കൂടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പ്രീസ്റ്റിൻ്റെ രാവിലത്തെ ഉപദേശം കേട്ടു. അപ്പോഴൊന്നും മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ അവനത് ആലോചിക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. കാരണം അവനിപ്പോൾ ആ വലിയ സ്ഥലത്ത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അല്ലേ. ആൻഡ് ഹി റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ ഒരു ചെറിയ സ്ഥലം, കിടന്നുറങ്ങാൻ പറ്റിയ ഒരു ചെറിയ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിംഗ് ഡോർ ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്. എന്താണ്, അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിരുന്നപ്പോൾ ഒരു പെട്ടി, ഒരു സ്ലൈഡിങ് ഡോറിൽ ഒരു ഉന്തി കയറാവുന്ന ഒരു പെട്ടിയാണ്. ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പെട്ടി. അപ്പോൾ എന്ത് ചെയ്തു, അവൻ ഡോറ് അല്ലെങ്കിൽ അതിൻ്റെ മൂടി മാറ്റി അവൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് മൂടി അടച്ചു. ദെൻ ഹീ ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്. എന്താണ്, അതിൽ ആ പെട്ടിക്കുള്ളിൽ കിടന്ന് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് he was awakened by a most terrible noise, a noise of fighting and screaming. It was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for fright. എന്താണ്, അപ്പോൾ രാത്രി വളരെ വൈകി. അപ്പോൾ അവൻ ഉറക്കമൊക്കെ പിടിച്ച് രാത്രി വൈകി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണർന്നു. എന്ത് കേട്ടാണ് ഉണർന്നത്, വളരെ ഒരു ഭയാനകമായ സൗണ്ട് കേട്ടിട്ട് അവൻ അവേക്കൻ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവേക്കൻഡ് എന്നിൻ്റെ ഒച്ചയ്ക്കായിരുന്നു. ഒരു ഫൈറ്റ് ചെയ്യുക, എന്തൊക്കെയോ യുദ്ധം പോലെ എന്തൊക്കെയോ ഫൈറ്റിങ് നടക്കുന്നു, ആരൊക്കെയോ നിലവിളിക്കുന്നു. അങ്ങനെ പേടിപ്പെടുന്ന, ഭീതി ജനിപ്പിക്കുന്ന കുറേ സൗണ്ട് അവൻ അവിടെ പുറത്തുനിന്ന് കേൾക്കാണ്. എന്താണ്, അത് ഭയങ്കര ഒരു പേടിപ്പെടുന്ന സൗണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര പേടിയായി. അതിൻ്റെ ആ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഹോളുണ്ട്, ചിങ്ക്. ആ ചെറിയ ഹോളിൽ കൂടെ പോലും അവൻ ആ പുറത്തേക്ക് നോക്കിയില്ല. അത്രയ്ക്കും പേടിയായിട്ട് എന്ത് ചെയ്തു, അവൻ ശ്വാസം പോലും അടച്ച് അല്ലെങ്കിൽ ശ്വാസം പോലും പിടിച്ചാണ് ആ പെട്ടിക്കുള്ളിൽ കഴിഞ്ഞത്. ലൈറ്റ് ഹാഡ് ബീൻ ഇൻ ദി ടെമ്പിൾ വെൻറ്റ് ഔട്ട് ബട്ട് ദ ഓഫുൾ സൗണ്ട്സ് കണ്ടിന്യൂഡ്. അപ്പോൾ ഒരു ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ടായില്ലേ, ആ ലൈറ്റ് കെട്ടുപോയി. പക്ഷേ ഈ സൗണ്ട്, ഈ ഭയാനകമായിട്ടുള്ള സൗണ്ട് തുടർന്നുകൊണ്ടേയിരുന്നു. ആൻഡ് ബിക്കെയിം മോർ ഓഫുൾ ആൻഡ് ഓൾ ദി ടെമ്പിൾ ഷുക്ക്. എന്താണ്, ആ ടെമ്പിൾ മൊത്തം കുലുങ്ങുന്ന രീതിയിലുള്ള സൗണ്ട് വരെ അവിടെ അത്രയും ഭീതി ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഭയാനകമായിട്ടുള്ള സൗണ്ട് വരെ അവിടെ ഉണ്ടായെന്നാണ് പറയുന്നത്. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം. അപ്പോൾ ഇതൊക്കെ എന്താണ്, കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ സൗണ്ടൊക്കെ മാറി മൊത്തം ശാന്തമായി. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. എന്താണ്, ശാന്തമായെങ്കിലും ഈ ബോയ്ക്ക് ഈ പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഭയങ്കര പേടി തോന്നി. എന്താണ് പുറത്ത് നടക്കാമെന്ന് അറിയില്ല, പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പേടിയാണ്. ഹി ഡിഡ് നോട്ട് മൂവ് അൺടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ടു ദ ചിങ്സ് ഓഫ് ദ ലിറ്റിൽ ഡോർ. എന്താണ്, അപ്പോൾ വാതിലിൻ്റെ വിള്ളലിൻ്റെ ഇടയിൽ കൂടെ, ആ ഡോറിൻ്റെ ഇടയിൽ കൂടെ സൂര്യപ്രകാശം
ഈ പെട്ടിയുടെ ഉള്ളിലേക്ക് എത്തണ വരെ എന്നുവെച്ചാൽ നേരം വെളുക്കണ വരെ എന്ത് ചെയ്തു ഇവൻ ആ പെട്ടിയുടെ പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ആ സൂര്യപ്രകാശം ഈ പെട്ടിയുടെ ഉള്ളിലേക്ക് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചത്. ദെൻ ഹി ഗോട്ട് ഔട്ട് ഓഫ് ഹിസ് ഹൈഡിങ് പ്ലേസ് വെരി കോഷ്യസ്ലി ആൻഡ് ടു ലുക്ക്ഡ് എബൌട്ട്. എന്താണ് വളരെ ശ്രദ്ധിച്ച് വളരെ കോഷ്യസ് ആയിട്ട് എന്താണ് വളരെ ശ്രദ്ധിച്ച് ഇവൻ പെട്ടിയിൽ നിന്ന് ഹൈഡിങ് പ്ലേസ് എന്ന് വെച്ചാൽ ആ പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി എന്നിട്ട് ചുറ്റുപാടും നോക്കി. ദ ഫസ്റ്റ് തിങ് ഹി സോ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദി ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് കാണുന്നത്? ആ ടെമ്പിളിൻ്റെ തറ മൊത്തം ചോരയിൽ ഇങ്ങനെ കുളിച്ച് കിടക്കണം, തളം കെട്ടി ചോര കിടക്കുകയാണ് ടെമ്പിളിൻ്റെ ഫ്ലോറിൽ, തറയിൽ. ആൻഡ് ദെൻ ഹീ സോ ലൈങ് ഡേർട്ട് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ് ആൻ എനോർമസ് മോൺസ്ട്രസ് റാറ്റ്, എ ഗോബ്ലിൻ റാറ്റ് ബിഗർ ദാൻ എ ക്രോ. അപ്പോഴാണ് അവൻ കണ്ടത് എന്ത്? അതിൻ്റെ നടുക്ക്, ആ ഫ്ലോറിൻ്റെ നടുക്ക് ഒരു വലിയ ഒരു ഭീകരരൂപിയായിട്ടുള്ള ഒരു കുട്ടിച്ചാത്തൻ റാറ്റ്, ഒരു എലി, എന്താണ് ഒരു കാക്കേനേക്കായും ബിഗർ ദാൻ എ ക്രോ അല്ല കൗ, ഒരു പശുവിനേക്കായും വലിപ്പമുള്ളൊരു റാറ്റ്. അതായിരുന്നു അവിടുത്തെ കുട്ടിച്ചാത്തൻ. ആ കുട്ടിച്ചാത്തൻ ചത്ത് കിടക്കുന്നതാണ്. ബിഗർ ദാൻ എ കൗ എന്ന് ആലോചിക്ക്, പശുവിനേക്കായും വലിപ്പമുള്ള ഒരു ക്യാറ്റല്ല റാറ്റ്, എലി, പശുവിനേക്കായും വലിപ്പമുള്ളൊരു എലി. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ കാണാൻ പറ്റുന്ന പോലും ഇല്ലല്ലേ? നമുക്ക് തന്നെ എലി എന്ന് തന്നെ നമ്മൾ കുഞ്ഞു സാധനം വിചാരിക്കണം അല്ലേ? എന്താണ് പശുവിനേക്കായും വലിപ്പമുള്ള ഒരു എലി അവിടെ ചത്ത് കിടക്കുന്നു. ആ എലിയായിരുന്നു കുട്ടിച്ചാത്തൻ. ചാത്തൻ എന്ന് പറയുന്നത് എലിയായിരുന്നു. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്. പക്ഷേ എന്താണ് ആരായിരിക്കും കൊന്നതെന്നൊന്നും ഈ ബോയ്ക്ക് അറിയില്ല. കുറേ സൗണ്ട് കേട്ടുമെന്ന് ചോദിച്ച് അവിടെ എന്താണെന്ന് പറഞ്ഞത്, എന്താണ് സംഭവിച്ചതെന്നൊന്നും നമ്മുടെ കുട്ടിക്ക് ബോയ്ക്ക് മനസ്സിലായില്ല. There was no man or other creature to be seen. അവിടെ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു ജീവിയോ വേറെ ജീവികളെയോ ഒന്നും ചുറ്റുപാട് നോക്കിയപ്പോൾ കണ്ടില്ല. എന്താണ് സഡൻലി ദ ബോയ് ഒബ്സർവ്ഡ് ദാറ്റ് ദ മൗത്ത് ഓഫ് ഓൾ ദ കാറ്റ്സ് ഹി ഹാഡ് ഡ്രോൺ ദ നൈറ്റ് ബിഫോർ വർ റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്. പെട്ടെന്നാണ് അവൻ ശ്രദ്ധിച്ചത്. അവൻ ആ സ്ക്രീനിൽ കുറേ പൂച്ചേനെ വരച്ച് വെച്ചായിരുന്നു അല്ലേ? ആ പൂച്ചകളുടെ വായയിലൊക്കെ എന്താണ് ചോരയുടെ പാടും എന്താണ് നനഞ്ഞ ചോര ഇരിക്കുന്നു. എല്ലാ പൂച്ചകളുടെ വായമേ ഈ ചോരയുടെ പാടുണ്ട്. അപ്പോൾ ആരാണ് റാറ്റിനെ കൊന്നത്? അവൻ വരച്ച ഈ പൂച്ചയാണ് ആരെ കൊന്നത്? ഈ കുട്ടിച്ചാത്തനെ കൊന്നത്. Then he knew that the goblin had been killed by the cats which he had drawn. അപ്പോൾ അപ്പോഴാണ് അവന് മനസ്സിലായത് ഈ കുട്ടിച്ചാത്തനെ കൊന്നത് ഇവൻ വരച്ച പൂച്ചകളാണ്. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep too small. ഇപ്പോഴാണ് എന്ത് മനസ്സിലായത്? ആദ്യമായിട്ട് അവന് മനസ്സിലായത് എന്തുകൊണ്ടാണ് രാവിലെ അവൻ പോർനേക്കായ പ്രീസ്റ്റ് പറഞ്ഞത് വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, രാത്രി ചെറിയ സ്ഥലങ്ങളിൽ താമസിക്കാൻ തിരഞ്ഞെടുക്കുക എന്ന് പ്രീസ്റ്റ് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴാണ് അവന് മനസ്സിലായത്. Afterward the boy became a very famous artist. Some of the cats which he drew are still shown to travelers in Japan. അപ്പോൾ എന്താ പറഞ്ഞു? ജപ്പാനിൽ നടന്നൊരു കഥയാണെന്ന് പറഞ്ഞു അല്ലേ? ഒരു നാടോടി കഥയാണ്, ജപ്പാനിൽ നടന്നൊരു നാടോടി കഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഈ ബോയ് എന്താണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ബോയ് ആരായെന്നാണ് പറയുന്നത്? ഒരു ആർട്ടിസ്റ്റായി, ഒരു ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, പടം വരക്കാരനായിരുന്നു മാറിയെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അയാൾ ഈ ബോയ് വരച്ച പടങ്ങളൊക്കെ ഇപ്പോഴും ജപ്പാനിൽ ട്രാവലേഴ്സിൽ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ജപ്പാനിൽ പോയവർക്കറിയാം എന്നൊക്കെ ഉണ്ടോയെന്ന്. എന്താണ് അപ്പോൾ ആ ക്യാറ്റിൻ്റെ പടം, ആ ബോയ് വരച്ച ക്യാറ്റിൻ്റെ പടം ഇപ്പോഴും എന്താണ് അവിടെ ജപ്പാനിലൊക്കെ ട്രാവലേഴ്സിനെ കാണിക്കുന്നുണ്ടെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലേ? അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് ഒന്ന് പോയാലോ? അപ്പോൾ നിങ്ങൾക്ക് അവസാനം ഗ്ലോസറി കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഗ്ലോസറി എന്നുള്ളതിൽ നിങ്ങൾക്ക് എല്ലാ വേർഡ്സിൻ്റെയും മീനിങ് ഉണ്ടോ? നിങ്ങൾക്ക് അത് ഓർഡർ വൈസാണ്, ABCD ഓർഡർ വൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാക്കാണ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഡിക്ഷണറി പോലെ തന്നെ നിങ്ങൾക്ക് ഗ്ലോസറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് ഏത് വാക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അർത്ഥം കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ് എന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്ലോസറി പോവുക. നിങ്ങൾക്ക് ഗ്ലോസറി പോയിട്ട് ഈ ABCD ഓർഡറിലാണ് പോയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഏത് വാക്കാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ABCDയിൽ നോക്കിയിട്ട് വാക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ എന്താണ്?
ഹൗ ഈസ് എ യങ്ങസ്റ്റ് ചൈൽഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റോറി? എന്താണ് ഇളയ കുട്ടീനെ ഈ കഥയിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? അപ്പോൾ എങ്ങനെയാണ് അവതരിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. എന്ത് കാര്യമാണ് പറയുന്നത് കണ്ടോ? സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈൻസ് നോക്കാം. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ് ലിറ്റിൽ ബോയ് ഡിഡ് നോട്ട് സീം ടു ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. ഹി വാസ് ക്ലെവർ ആൻഡ് ക്ലെവറർ ദാൻ ഓൾ ദ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്താണ്? ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ഹീ ഈസ് വീക്ക് ആൻഡ് സ്മോൾ ആൻഡ് ഓൾസോ നോട്ട് ഫിറ്റ് ഫോർ എനി ഹാർഡ് വർക്ക് ബട്ട് ഹീ ഈസ് ക്ലെവർ. നമുക്ക് ഷോർട്ടാക്കിയിട്ട് അങ്ങനെ പറയാം. എന്താണ് പറയുക? എന്തുകൊണ്ടും പറയാം, ഹീ ഈസ് വീക്ക് ആൻഡ് സ്മോൾ. അവൻ ബലഹീനനും ചെറുതുമായിരുന്നു. ഹീ ഈസ് വീക്ക് ആൻഡ് സ്മോൾ ആൻഡ് നോട്ട് ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. എന്താണ്? അതുകൊണ്ട് തന്നെ അവൻ കഠിനമായിട്ടുള്ള ജോലിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ്സ് നോട്ട് ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക് ബട്ട് ഹീ ഈസ് വെരി ക്ലെവർ. പക്ഷേ എന്താണ്? അവന് വളരെ ബുദ്ധിശാലിയായിരുന്നു. ഹീ ഈസ് വെരി ക്ലെവർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ എഴുതുന്നതിന് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സെൻറ്റൻസ് ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഹീ ഈസ് വീക്ക് ആൻഡ് സ്മോൾ ആൻഡ് ഓൾസോ നോട്ട് ഫിറ്റ് ഫോർ എനി ഹാർഡ് വർക്ക് ബട്ട് ഹീ ഈസ് വെരി ക്ലെവർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ്, ഞാനിത് നോട്ടാക്കി തരാം കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വൈ ഡിഡ് ദ പാരൻസ് ടേക്ക് ദ ബോയ് ടു ദ പ്രീസ്റ്റ്? എന്തുകൊണ്ടാണ് ഇവൻ്റെ പാരൻസ് പ്രീസ്റ്റിനെ, പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്? എന്തുകൊണ്ടാണ്? എന്താണ്? ഇവനെ അറിയാം അല്ലേ? ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ എ ഫാമർ അല്ലേ? അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഈ പാരഗ്രാഫിൻ്റെ അവസാനം എന്താണ് കണ്ടോ? സോ ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ബിക്കം എ ഫാർമർ. എന്തുകൊണ്ടാണ്? അവൻ ചെറുതാണ് അല്ലേ? അപ്പോൾ അവന് ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവനൊരു പ്രീസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ പാരൻസ് അവനെ പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പിന്നെ എന്താണ് പറയുന്നത്? അക്വലൈറ്റ് അല്ലേ? അക്വലൈറ്റിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഫോളോസ് ആൻഡ് ഹെൽപ്സ് എ ലീഡർ. ഒരു എന്താണ്? ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ഫോളോവർ, ഒരു ശിഷ്യൻ അല്ലെങ്കിൽ സഹായി, ഒരു ഹെൽപ്പർ എന്നൊക്കെ നമുക്ക് അക്വലൈറ്റിനെ പറയാം. എന്നാലും ഒരു ഫോളോവർ എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽപ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു ഡിസൈപ്പിൾ, ഒരു ശിഷ്യൻ എന്നൊക്കെ നമുക്ക് അക്വലൈറ്റിൻ്റെ മീനിങ് അതാണ് കേട്ടോ. But perhaps you will become a great artist. Do you think the opinion of the priest about the boy is appropriate? Why? എന്താണ്? അപ്പോൾ നമ്മുടെ പ്രീസ്റ്റ് പറഞ്ഞു, എന്തു പറഞ്ഞു? നീ ഒരു വലിയ കലാകാരനാവും അല്ലേ? കുട്ടിയെക്കുറിച്ച് പുരോഹിതൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടെന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ എസ് ശരിയാണ്. എസ് എന്തുകൊണ്ടാണ്? ദ പ്രീസ്റ്റ് ഒപ്പീനിയൻ ഈസ് അപ്രോപ്രിയേറ്റ് ബിക്കോസ് ദ ബോയ് ഹാസ് ഓൾവേസ് എന്താണ് എ ടെൻഡൻസി ടു ഡ്രോ. അവൻ പടം വരയ്ക്കാനായിരുന്നു കൂടുതൽ താല്പര്യം, അതിന് ടെൻഡൻസി കാണിച്ചത് അല്ലേ? ബുക്ക് വായിക്കാനല്ല കൂടുതൽ താല്പര്യം കാണിച്ചത്. ഹി ഹാസ് മോർ ടെൻഡൻസി ടു ഡ്രോ ദാൻ ടു റീഡ് എ ബുക്ക് അല്ലേ? ഒരു ബുക്ക് പ്രീസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബുക്ക് റീഡ് ചെയ്യണം. അതിനുള്ള ടെൻഡൻസി അവനുണ്ടായില്ലേ? അവനുള്ളൊരു താല്പര്യം അവനുണ്ടായത് എന്തുവാണ്? ഒരു പടം വരയ്ക്കാനുള്ള താല്പര്യമായിരുന്നു കൂടുതലുണ്ടായത്. അതുകൊണ്ടാണ് അവൻ ആർട്ടിസ്റ്റ് ആവുമെന്ന് നമ്മുടെ പ്രീസ്റ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി, എൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി, നോട്ട് ചെയ്യാൻ തരാം കേട്ടോ. വാട്ട് വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ടു ദ ബോയ്? അപ്പോൾ ആ പ്രീസ്റ്റ് ഒരു അഡ്വൈസ് കൊടുത്തു അല്ലേ? ഒരു ഉപദേശം കൊടുത്തു. അപ്പോൾ എന്തായിരുന്നു ഉപദേശം? പ്രീസ്റ്റ് അഡ്വൈസ്ഡ് എന്താണ്? ദ ബോയ് ലാസ്റ്റ് നോക്കി ഞാൻ എവിടെ പറയാൻ കണ്ടോ? ഒരു സർക്കിൾ പോലെ വന്നില്ലേ? അവിടെയാണ് എന്താണ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് ആൻഡ് കീപ് ടു സ്മോൾ. അതാണ് പ്രീസ്റ്റ് കൊടുത്ത ഉപദേശം ആണല്ലോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡിഡിൻ ദ ബോയ് ഗോ ഹോം ആഫ്റ്റർ ഹീ ലെഫ്റ്റ് ദ ടെമ്പിൾ? അപ്പോൾ ആ പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് ക്ഷേത്രം വിട്ട ശേഷം ഈ വീട്ടിലേക്ക് പോവാണ്ട് അവൻ വേറെ സ്ഥലത്തേക്ക് പോയി, വേറൊരു ക്ഷേത്രം അന്വേഷിച്ച് പോയി അല്ലേ? വേറൊരു പ്രീസ്റ്റിനെ അന്വേഷിച്ച് പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട് എന്താണ് കണ്ടോ? ഇഫ് ഹി വെൻറ്റ് സ്ട്രെയിറ്റ് ഹോം കണ്ടോ? ഇഫ് ഹി വെൻറ്റ് straight home, he felt sure his father would punish him for having been disobedient to the priest. എന്താണ്? ഈ പ്രീസ്റ്റിനെ ഡിസോബീഡിയൻ്റ്, ഈ പ്രീസ്റ്റിനെ അനുസരിക്കാത്തതുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ ശിക്ഷിക്കുമെന്ന് പേടിച്ചിട്ടാണ് നമ്മുടെ കുട്ടി വീട്ടിലേക്ക് പോകാതെ വേറെ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? When the boy entered the temple, he did not see anyone. What could be the reason? അപ്പം ബോയ് പുതിയ ടെമ്പിളിലേക്ക് പോയി അല്ലേ? പുതിയ ടെമ്പിളിലേക്ക് പോയി അവിടെ എത്തിയ ശേഷം ആരെയും കണ്ടില്ല.
എന്താണ് എന്തുകൊണ്ടായിരിക്കും കാരണം? എന്തുകൊണ്ടാണ് കാരണം? നമ്മൾ പറയുന്നുണ്ട്, ദ റീസൺ ഇതുണ്ടാവും സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നില്ല, ദ റീസൺ ഇറ്റ് ഹാഡ് ബീൻ ക്ലോസ്ഡ് അപ്പ് ദാറ്റ് എ ഗോബ്ലിൻ ഹാഡ് ഫ്രൈറ്റൻ ദ പ്രീസ്റ്റ് എവേ. അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. എന്തുകൊണ്ടാണ്? ഒരു കുട്ടിച്ചാത്ത വന്ന് അവിടുത്തെ സന്യാസിമാരെ അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാരെ എല്ലാം പേടിപ്പിച്ച് ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ആരെയും കാണാഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത പേജിലാണ്. വൈ ഡിഡ് ഹി ചോസ് എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ്? എന്തുകൊണ്ടാണ് ആ കുട്ടി ഒരു ചെറിയ സ്ഥലം ഉറങ്ങാനായിട്ട് തിരഞ്ഞെടുത്തത് അല്ലേ? എന്തുകൊണ്ടാണ്? ഹി റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ പ്രീസ്റ്റ് സോ ഹി ഡിസൈഡഡ് എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ് അല്ലേ? പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? സഡൻലി റിമെമ്പേർഡ് ദ വേർഡ്സ് അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ. ആ വേർഡ്സ് പ്രീസ്റ്റിൻ്റെ ഉപദേശം ഓർത്തുകൊണ്ടാണ് അവനൊരു ചെറിയ സ്ഥലം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. എഴുത്ത് ക്വസ്റ്റ്യൻ എന്താണ്? Where did the boy find a safe place to sleep on? എന്താണ്? അപ്പോൾ ഉറങ്ങാനായിട്ട് എവിടെയാണ് ഈ ബോയ് ഒരു പ്ലേസ് കണ്ടെത്തിയെന്നാണ് ചോദ്യം. എങ്ങനെയാണ്? ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിങ് ഡോർ ടു സ്ലീപ്പ് അല്ലേ? എന്ത് കണ്ടുപിടിച്ചു? കണ്ടോ? ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിങ് ഡോർ. ഒരു വലിച്ചു നീക്കാവുന്ന ഡോറുള്ള ഒരു ചെറിയ പെട്ടി, ഒരു ക്യാബിനറ്റിൻ്റെ പെട്ടിയാണ് അവൻ കണ്ടെത്തിയത്. ഓക്കെ, വാട്ട് വാസ് 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ ഡ്രെഡ്ഫുൾ വോയിസ് ദാറ്റ് ദ ബോയ് ഹേർഡ്? അപ്പോൾ ബോയ് കേട്ട ഭീതി ജനിപ്പിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ശബ്ദം എന്തായിരുന്നു? ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ് ഓഫ് എന്താണ്? ഈ റാറ്റും ഈ കുട്ടിച്ചാത്ത റാറ്റും അവൻ വരച്ച പൂച്ചകളും തമ്മിലുള്ള ഫൈറ്റ്, അതിൻ്റെ സൗണ്ടായിരുന്നു. അപ്പോൾ ഫൈറ്റ് ഓടുമ്പോൾ അവർ തമ്മിൽ ഈ പൂച്ചകളൊക്കെ ഒരു സൈസ് ഒച്ച ഉണ്ടാക്കും അല്ലേ? അപ്പോൾ ആ എലിയും പൂച്ചകളും തമ്മിലുള്ള ഫൈറ്റിൻ്റെ സൗണ്ടായിരുന്നു നമ്മുടെ ബോയ് കേട്ടത്. ആ സൗണ്ടാണ് അവന് ഭയങ്കര പേടിപ്പിക്കുന്നതായിട്ട് തോന്നിയത്. എന്താണ്? ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് ദ ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ് ഓഫ് ദ ഗോബ്ലിൻ റാറ്റ് ആൻഡ് ദ കാറ്റ്സ്. അപ്പോൾ റാറ്റും കാറ്റും തമ്മിലുള്ള ഫൈറ്റിൻ്റെ സൗണ്ടായിരുന്നു ആ കേട്ടത്. നമ്മൾ കുറച്ച് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എന്താണ്? മോൺസ്ട്രസ്. മോൺസ്ട്രസ് എന്ന് വെച്ചാൽ എന്താണ്? മോൺസ്ട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തികെട്ട, അല്ലെങ്കിൽ വൃത്തികെട്ട ജീവി. മോൺസ്റ്റർ എന്ന് വെച്ചാൽ പ്രേതം. മോൺസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂതം എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ മോൺസ്റ്റർ എന്നാണ് പറയുന്നത് അല്ലേ? ഒരു വൃത്തികെട്ട ജീവി എന്നൊക്കെ നമുക്ക് പറയാം. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക? ഉടമസ്ഥത എന്നൊക്കെ മലയാളത്തിൽ പറയും. എന്താണ്? ഒരു സാധനം കയ്യിലുള്ളതിനാണ് നമ്മൾ പൊസഷൻ എന്ന് പറയുക. അപ്പോൾ ഉടമസ്ഥ അവകാശം, പൊസഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഉടമസ്ഥത എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ഹാവിങ് ഓവിങ് സംതിങ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ഉടമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊസഷൻ എന്ന് പറയും. ഉടമസ്ഥത അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഹാവിങ് ഓർ ഓവിങ് സംതിങ്, എന്താണ്? സ്വന്തമായിട്ട് ഒരു സാധനം ഉള്ളതിനെയാണ് നമ്മൾ പൊസഷൻ എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ പെട്ടി അല്ലേ? മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വലിയ പെട്ടി അല്ലെങ്കിൽ ഷെൽഫ് അല്ലെങ്കിൽ അലമാരേനൊക്കെയാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുക? എ പീസ് ഓഫ് ഫർണിച്ചർ, ഒരു ഫർണിച്ചറാണ്. അതിനെന്തുണ്ടാവും? ഡോറുണ്ടാവും. ഡോറുള്ളൊരു വലിയ പെട്ടി, അതിനെയാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡു യു തിങ്ക് ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ്? അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഗോബ്ലിൻ റാറ്റ്, ഒരു കുട്ടിച്ചാത്തൻ റാറ്റ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? എങ്ങനെയാണ്? ആരാണ് കൊന്നത്? ആ റാറ്റിനെ ദ റാറ്റ് വാസ് അല്ലെങ്കിൽ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ് ബൈ ദ കാറ്റ്സ് ഡ്രോൺ ബൈ ദ ബോയ് അല്ലേ? അപ്പോൾ ആ കുട്ടി വരച്ച പൂച്ചകളാണ് ആ കുട്ടിച്ചാത്തനെ കൊന്നത്. ഓക്കെ, വാട്ട് വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ഹെൽപ്ഫുൾ ടു ദ ബോയ്? വൈ? അപ്പോൾ ആ പുരോഹിതൻ കൊടുത്ത ഉപദേശം ഈ ബോയിനെ സഹായിച്ചു. എന്തുകൊണ്ട്? സഹായിച്ചു അല്ലേ? യെസ്, ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ഹെൽപ്പ് ദ ബോയ്. എന്താണ്? ഇറ്റ് എസ്കേപ്പ് ഫ്രം ദ ഗോബ്ലിൻ റാറ്റ് ബൈ സ്ലീപ്പിംഗ് ഇൻ ദ ക്യാബിനറ്റ്. എന്താണ്? അവൻ ആ ചെറിയ സ്ഥലത്ത് ആ ക്യാബിനിൽ ഉറങ്ങിയത് കൊണ്ട് ആ എലി അല്ലെങ്കിൽ ആ കുട്ടിച്ചാത്തൻ എലിയുടെ കയ്യിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിച്ചു. ഓക്കെ, ഹി എസ്കേപ്ഡ് ഫ്രം ദ റാറ്റ് ബൈ സ്ലീപ്പിംഗ് ഇൻ ദ ക്യാബിനറ്റ്. ചിങ്സിൻ്റെ അർത്ഥം വെച്ചാൽ എന്താ? വിടവ്. നമ്മൾ വലിയ പെട്ടികൾക്കൊക്കെ അലമാരിക്ക് ഒരു വിടവ് ഉണ്ടാവില്ല, പെട്ടികൾക്കൊക്കെ വിടവുണ്ടാവും. അപ്പോൾ അതാണ് ചിങ്സ് എന്ന് ഉദ്ദേശിച്ചത്.